ഹായ് ഗായ്സ്, എന്തോരം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. ഞാൻ ഡെയിലി ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ മെസ്സേജിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോകുമ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും അതിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഒരേ സ്ഥലത്തിൽ പറയാണ്, സുജിനെ എയറിലാണല്ലോ ഇപ്പോൾ എന്നുള്ള മറ്റേ എനിക്ക് കമൻസ് ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും അങ്ങനെ തന്നെയാണ്, ഞാൻ എയറിലാണ് എന്ന്. അപ്പോൾ അതിനെപ്പറ്റി എന്നോട് കുറേ പേര് ചോദിച്ചു, കുറേ പേര് പറഞ്ഞു അതിനെപ്പറ്റി ഒന്ന് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതിനെ പറ്റി എന്താ മറുപടി കൊടുക്കണം. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടാകും എന്തിനാ വെറുതെ മറുപടി കൊടുക്കണം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരിപ്പോൾ നമ്മളെ വെച്ച് റീച്ച് ഉണ്ടാക്കണ്ട, നമുക്ക് വിഷയം. ഇപ്പോൾ ചിലർ പറയും നീ ആരടാ നിന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കണം എന്നൊക്കെ. ഇപ്പോൾ ചില മണങ്ങന്മാർ ഒന്നിൽ പറയും. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് റീച്ച് ഉണ്ടാക്കുക തന്നെയാണ്. ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങൾക്ക് യൂട്യൂബിനെ പറ്റി അറിയുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് നമ്മുടെ വീഡിയോ എടുത്ത് മറ്റൊരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അത് യൂട്യൂബിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയില്ല. ഞാൻ ഇതുവരെയ്ക്ക് എൻ്റെ ഒരു വീഡിയോ മറ്റൊരാൾ എടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. റിയാക്ട് ചെയ്തിട്ടില്ല, സ്ട്രൈക്ക് കൊടുത്തിട്ടില്ല, സത്യം കൊടുത്തിട്ടില്ല. എന്നെപ്പറ്റി ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ മല്ലു ഫാമിലി ട്രോൾ നടക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുടെ വീഡിയോ വരുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോസിന് പോലും കൂടി ഞാൻ സ്ട്രൈക്ക് കൊടുത്തിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, എനിക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ആളുകൾ മറക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ഓരോരുത്തരും മറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ചാനലിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്നെ അറിയുള്ളൂ എന്ന് വിചാരിക്കുക. ഇപ്പം മറ്റുള്ള ആൾക്കാർ അവരവരുടെ ചാനലിൽ എന്നെ ഇട്ട് ട്രോളുമ്പോൾ അവരുടെ ചാനലിലെ ആൾക്കാർക്ക് പോലും കൂടിയും നമ്മളതിനെ അറിയാണ്. ഇപ്പം അതിൻ്റെ അടിയിൽ എന്തൊക്കെ നെഗറ്റീവ് ഇട്ടാലും ആൾക്കാർ പുറത്ത് കാണുമ്പോൾ നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി ഇതാക്കുന്നത്. പിന്നെ ട്രോൾ ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കലും സംസാരിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അത് രണ്ടാമത്തെ കാര്യം. ഫസ്റ്റത്തെ കാര്യം ഞാൻ പറയുകയാണ്, ഞാൻ ഒരാളെ അങ്ങോട്ട് സ്ട്രൈക്ക് ആക്കാൻ വീഡിയോക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ പോക്കോ അല്ലെങ്കിൽ ഇതാക്കുമെന്ന് ഞാൻ പോക്കരുത്. കാരണം അവരെ വീഡിയോ ചെയ്യട്ടെ, അവരെ പണിയെടുക്കണം, ഞാൻ എൻ്റെ വീഡിയോ എടുക്കണം, ഞാൻ എൻ്റെ പണിയെടുക്കണം, അത്രേ ഉള്ളൂ. നമുക്കതൊരു വിഷയമല്ല. പിന്നെ അവരങ്ങനെ ചെയ്യുമ്പോഴും എനിക്കത് നല്ലത് മാത്രം തന്നെയാണ് വരുന്നുള്ളൂ. അല്ലാണ്ട് അവരിപ്പോൾ ഒരു ട്രോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരവിടെ ട്രോൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർ വന്നിട്ട് എൻ്റെ ചാനൽ നോക്കണോ. ഇപ്പോൾ യൂട്യൂബിനെ പറ്റി അറിയില്ല, ഒരാൾ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് സെക്കൻഡ് പോയാൽ അത് നമുക്ക് പൈസേനെ, അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ യൂട്യൂബിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അതറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഓഫ് ചെയ്ത പോലും കൂടി കമൻറ്റ് വായിച്ചാൽ പോലും കൂടി ആ ക്ലിക്കിന് നമുക്ക് സെക്കൻഡിന് പൈസ വരും. അങ്ങനെ ഇപ്പോൾ 2000 ആൾക്കാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും നമുക്ക്? അപ്പോൾ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി പറ്റി അറിയുള്ളൂ. പിന്നെ എനിക്ക് ഫേസ്ബുക്കിൽ ഭയങ്കര നെഗറ്റീവ് കമൻസ് ആണല്ലോ സുജിനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് അതിൻ്റെ കമൻസ് ഉണ്ടാകുന്നു കേട്ടോ. അവരോട് എനിക്ക് പറയാനുള്ളത്, യൂട്യൂബിൽ ഇല്ലാത്തൊരു സംഗതി നമുക്ക് ഫേസ്ബുക്കിലുണ്ട്. അതായത് ഷെയറിങ് മറ്റൊരു സംഗതി ഉണ്ട്. പിന്നെ നമ്മൾ ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അറിയില്ലെങ്കിൽ അത് നിങ്ങൾ തന്നെ ഒന്ന് അതായത് ഇങ്ങനെ യൂട്യൂബ് ഫേസ്ബുക്ക് ഉപയോഗിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഗുണം ചെയ്തോട്ടെ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറയണത്. ഫേസ്ബുക്കിൽ നമ്മൾ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് പൈസ കിട്ടും. അതായത് ഇപ്പോൾ ഒരു 600-700 ലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു $2 കിട്ടും, $3 കിട്ടും. $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84-83 രൂപയായിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു $3 കിട്ടുമ്പോൾ 10-250 രൂപയില്ലേ. അപ്പം നമുക്കൊരു ഫോട്ടോ ഇടാൻ ലേക്ക് കിട്ടും. ലേക്കിന് പൈസ കിട്ടുന്നത് നമുക്ക് ഫേസ്ബുക്കിൽ. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് ഞാൻ, ഫേസ്ബുക്കിൽ നമുക്ക് ലൈക്കിന് പൈസ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിടുന്ന വ്യൂസിന്, ഷെയറിന്, അതുപോലെ തന്നെ കമൻസുകൾക്കടക്കം പൈസയാണ് നമുക്ക് ഫേസ്ബുക്കിൽ. നമ്മൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നതിന് അല്ലെങ്കിൽ കമൻസ് കൂടുന്നതിനൊക്കെ നമുക്ക് പേയ്മെൻ്റ് ഉണ്ട് ഫേസ്ബുക്കിൽ. യൂട്യൂബിൽ കമൻസിന് പൈസയും കാര്യങ്ങളില്ലെങ്കിലും ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യം. അപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോ റീച്ച് കയറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷെയറിങ് പോകാൻ വേണ്ടിയിട്ടും കമൻസ് കയറാൻ വേണ്ടിയിട്ടും നമ്മൾ പല ഉടായ്പകളും കാണിക്കും. കാരണം ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടി നമ്മൾ പലതും കാണിക്കും. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ യൂട്യൂബ് ഫേസ്ബുക്ക് എന്നുള്ളൊരു സംഗതി പോണത്. എനിക്കിപ്പോൾ ഇങ്ങനെ ട്രോള് കിട്ടിയെന്ന് വെച്ചിട്ട് എനിക്കപ്പോൾ അതൊന്നും ഇതിൻ്റെ ബാധികൾ പോലും കൂടി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്രയും ട്രോളിനായിട്ട് പോലും കൂടി ഇപ്പം ഇന്നലെ മിഞ്ഞാന്ന് എനിക്ക് കടക്കുന്ന ഒരു അതായത് ബെഡില്ലേ, ഒരു ബെഡ് വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റ റീലും വലിയൊരു എമൗണ്ട് എനിക്ക് അതിന് കിട്ടി. അത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം റീൽസും കാരണം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയണ്ടായിരിക്കുള്ളൂ ഞാൻ എത്ര രൂപ പൈസ വാങ്ങിയത് പറയണില്ല. എനിക്കതിനൊരു വലിയ എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ഞാൻ നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്താണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പ്രൊമോഷന് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ട്രോൾ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആളുകൾക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗെയിമിൻ്റെ സംഗതി പറ്റി എനിക്ക് കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി കുറേ ആൾക്കാർ, ഞാൻ അതിനെപ്പറ്റി പറയില്ല വെച്ചാൽ, പക്ഷേ എന്നാലും ഞാൻ പറയാണ്, ഞാനിതുവരെ അങ്ങനത്തെ ബെറ്റിങ്ങിൻ്റെ സംഗതികളും ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടെന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സംഗതി എനിക്ക് വന്നപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ഞാൻ
കളിച്ച് നോക്കണം എന്ന് പറഞ്ഞു ആദ്യം ഞാൻ എനിക്കൊന്ന് കളിച്ച് നോക്കി. അപ്പോൾ കളിച്ച് നോക്കിയപ്പോൾ എനിക്ക് പൈസ കിട്ടി. ഞാനത് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഗെയിം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഞാനത് ആരത്തൊന്നും പറയില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺ റിസ്കിൽ കളിക്കുക, അത്രേ ഉള്ളൂ. നമ്മളും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പം ഞാൻ പറയുകയാണ്, മറ്റുള്ളവർ ട്രോളാന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങനെ പേടിച്ച് മുക്ക് പോയി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു സമയം ഉണ്ടാകുന്ന എനിക്ക്. കാരണം ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബൈക്കിൻ്റെ പ്രശ്നം വന്നപ്പോൾ അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ആൾക്കാരൊക്കെ അവിടെ തെറി വിളിച്ചപ്പോൾ അല്ലെങ്കിൽ കുറേ നെഗറ്റീവ് പറഞ്ഞപ്പോൾ എനിക്കാകെ അവിടെ പേടിയായി. വിശദ ഇതിപ്പോൾ ഇതിനൊക്കെ പ്രശ്നമാവോ അങ്ങനെയാവോ എന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിട്ടുണ്ടാകുന്ന അന്ന്. ഇപ്പോൾ പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം സോഷ്യൽ മീഡിയയാണ്. ഞാൻ വിചാരിക്കണില്ല നിങ്ങളെല്ലാവരും എന്നെ നല്ലത് മാത്രമേ പറയാവൂ എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കില്ല. കാരണം നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിന് തെറി വിളിക്കണോ നല്ല കമൻറ്റ് എഴുതിയിടണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകൾ നിങ്ങളാണ്. അല്ലപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് കാണുന്ന പോലെ തന്നെ നിങ്ങൾ കമൻറ്റ്സ് എഴുതിടണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല, നിങ്ങൾക്കും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ അതിനുള്ള കമൻസും കാര്യങ്ങളും ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ യൂട്യൂബിൽ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, യൂട്യൂബിൽ എന്തായത്തെ പോലെ വീഡിയോസ് ഇടാത്തത്. കാരണം ഇപ്പോൾ യൂട്യൂബൊന്നുമില്ല, ഞാൻ അതിന് മുന്നേ ഇൻ്റർവ്യൂകളിലും കുറേ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ആക്കിയാറുണ്ട്, അല്ലെങ്കിൽ ഡെയിലി ഇതാക്കിയാറുണ്ട്. എനിക്ക് ഒരു സമയത്ത്, അതായത് ഓട്ടോറിക്ഷ ഫീൽഡ് വിട്ട് നമ്മൾ നേരെ യൂട്യൂബിലേക്ക് കയറിയപ്പോൾ ഒരുപാട് കടങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തായതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടിട്ട് നല്ലൊരു പേയ്മെൻറ്റ് നമുക്ക് യൂട്യൂബിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ദൈവാനുഗ്രഹം വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു മാസം 50,000 രൂപ കിട്ടിയാലും എനിക്ക് എൻ്റെ വീട് എൻ്റെ ജീവിതം ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അതെന്തായാലും അതെനിക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. പിന്നെ ഒന്നാമത് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുഴപ്പമില്ലാണ്ട് ഏർണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അറിയില്ലേ, നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ 2 പേജ് ഉണ്ട്. അതുപോലെ പൊന്നൂസിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ പൊന്നൂസ് കിടുവ ചാനലിൽ പൊന്നൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മല്ലു ഫാമിലി ഇടയ്ക്ക് ഒരു വീഡിയോസ് ഞാൻ പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ വ്യൂസ് കമ്മിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മല്ലു ഫാമിലി എന്തെങ്കിലും ഒരു മാസം $400 നമുക്ക് മല്ലു ഫാമിലി മാത്രം കിട്ടും. അപ്പോൾ നിങ്ങൾ കിടുവേന്നും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ 2 ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അത് കൂടാണ്ട് തന്നെ നമ്മൾ പൊന്നൂസിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. വയലടിച്ചാൽ പൊന്നൂസിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ നിങ്ങളെല്ലാവരും ട്രോളുന്നത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ വെച്ച് എയറിലാക്കുന്നത് കൊണ്ടൊക്കെ എനിക്കത് ഗുണം മാത്രം തന്നെ ഉള്ളൂ. എനിക്കല്ലാതെ വലിയ പ്രശ്നങ്ങളോ അതൊന്നും എനിക്ക് അങ്ങനത്തെ വലിയൊരു കൊതയല്ല ഗൈസ്. കാരണം കുറേ പേരോട് ചോദിച്ചു ട്രോളിനെ പറ്റിയിട്ട്, അതിനെപ്പറ്റി എന്താ സൂചന പറയാനുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ കളിയാക്കുന്നതിനെ പറ്റി എന്താ ഇനി പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നാളെയല്ല തിങ്കളാഴ്ചയായിട്ട് ഞാൻ ഇനി ഒരു വീഡിയോസ് പോസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടോക്കി നോക്ക്. ഇത്രയും ട്രോളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹാപ്പി, നമുക്ക് ഉറപ്പല്ല. ഞാൻ ഇന്ന് വൈകുന്നേരത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ആക്കുക, നിങ്ങൾ കണ്ടോക്കി നോക്കുക. അതിന് ഞാൻ അത് വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുള്ളൂ, ഒരു അപ്രൂവൽ പറഞ്ഞിട്ടില്ല. ഞാൻ വെച്ചാൽ കാണിച്ചിറങ്ങി, ഞാൻ അതിനോണം അറിയില്ല. കണ്ടോ അതിപ്പോൾ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുള്ളൂ, അവരത് അപ്ലോഡ് പറഞ്ഞിട്ടില്ല. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ പോസ്റ്റ് ആക്കാം. പിന്നെ അതുപോലെ തന്നെ വേറെ വീഡിയോയും കൂടി ഉണ്ട്, അത് ഞാൻ അതുപോലെ മറ്റന്നാൾ പോസ്റ്റ് ആക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടുനോക്കി നോക്കുക. നമുക്ക് ഇത്രയും ആൾക്കാർ നമ്മളെ വെച്ചോ മല്ലു ഫാമിലി വെച്ച് ട്രോൾ ചെയ്തതുമായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. പിന്നെ അതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസുകളിൽ, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രം അതിന് പ്രശ്നമാണ്. മല്ലു ഫാമിലിക്കാർ എന്ത് ചെയ്താലും അത് മറ്റുള്ളവരെ എടുത്തിട്ട് ഇതാക്കുമ്പോൾ അവർക്കൊക്കെ റീച്ചാണ്, വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് മറ്റുള്ള വ്ളോഗേഴ്സ് എത്രയും ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഗെയിമിൻ്റെ കാര്യം, ഈ ഒരു ഗെയിമിൻ്റെ കാര്യം ഇന്ത്യയിൽ, ലോകത്ത്, കേരളത്തിൽ ഞാൻ മാത്രമാണ് ചെയ്യണത്. അല്ല, എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഈ സെയിം ഗെയിം തന്നെ എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അവരെ ട്രോളാണ്, എന്നെ മാത്രം ട്രോളണം? ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പൊ വെറും 4-4.5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള എന്നെ വെച്ചിട്ട് വീഡിയോസ് ഇടണു? അത് എന്നെ വെച്ചിട്ട് എന്താ മല്ലു ഫാമിലി എന്തിനാ നിങ്ങൾ ടൈറ്റിൽ കൊടുക്കണം? ഇപ്പൊ ഞാൻ പല ആൾക്കാരും ഞാൻ ചോദിക്കട്ടോ, നിങ്ങൾ മല്ലു ഫാമിലി എന്ന് കൊടുക്കാതെ എൻ്റെ മുഖം കാണിക്കാതെ നിങ്ങളൊരു വ്ളോഗർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടു, അത് ആരും കാണില്ല. അതിന് 100% ഉറപ്പാണ്, നിങ്ങൾ ആരും കാണില്ല. പക്ഷെ അവിടെ എൻ്റെ മുഖം അല്ലെങ്കിൽ മല്ലു ഫാമിലി ഇപ്പം ഇതിനെ പറ്റിയിടിഞ്ഞപ്പോൾ വേറെ ആൾക്കാർ വന്ന് വീഡിയോ എടുക്കട്ടോ, നീ ആരുടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യും. നമുക്കൊരു ഇതുമില്ല, അവർക്കൊരു കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി പറയില്ല വിചാരിച്ച വിട് അങ്ങത്രയെന്ന് പറയാം. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഇല്ല. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ വേണ്ടവരും ട്രോളുക, എന്താ ചെയ്യുക, നമുക്കൊന്നും വിഷയമുള്ള കാര്യമില്ല. നമ്മളിപ്പോൾ ഇപ്പം ഇന്ന് രാവിലെ ഒരു മെസ്സേജ് വന്നു ഫേസ്ബുക്കിൽ, സുജുനെ എയറിലാണല്ലോ എന്ന്. കുഴപ്പമില്ല, എയറിലാണെങ്കിൽ എന്താ, നമുക്ക് ഇടുന്ന കാര്യങ്ങൾക്കും നമുക്ക് ഇഷ്ടംപോലെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിനെപ്പറ്റി നമുക്ക് യാതൊരു പ്രശ്നമില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഓക്കെ, നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം. നാളെ ചിലപ്പോൾ വീഡിയോസ് ആയിട്ട് വരുള്ളൂ ഗൈസ്. നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ കറക്റ്റായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. കാരണം ഫേസ്ബുക്കിൽ പറഞ്ഞാൽ വീഡിയോസ് ഇടാൻ നമുക്കൊരു 3 മിനിറ്റ് മതി. അപ്പോൾ ഫേസ്ബുക്കിൽ ഒരു 3 മിനിറ്റ് വീഡിയോ നമ്മൾ ഡെയിലി പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ടാറ്റ. അപ്പോൾ എന്തായാലും ബൈ ബൈ ഗൈസ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ വരാം, അല്ലെങ്കിൽ വരാം. ഓക്കെ. അപ്പോൾ എന്നെ ട്രോൾ ചെയ്യുന്ന ഏട്ടന്മാർക്ക് പറയാനുള്ളത്, അവിടെ നല്ല രീതിക്ക് നിങ്ങൾ ട്രോൾ ചെയ്ത്, ചില ആൾക്കാർ ട്രോൾ കാണാൻ എനിക്കൊരു രസം തോന്നാറില്ല കേട്ടോ. ചില ആൾക്കാർ നിങ്ങൾ ഒന്നുകൂടി കുറ്റക്കാക്കി പറയാം, അപ്പോൾ മറ്റേ ആൾക്കാർക്ക് കണ്ടിരിക്കാനും നിങ്ങളെ വീഡിയോസിന് കമൻസ് കയറുള്ളൂ. കമൻസ് നന്നായിട്ട് കയറുമ്പോൾ വീഡിയോസിന് നല്ല റീച്ച് പോകും. റീച്ച് പോകുമ്പോൾ ആൾക്കാർ വിചാരിക്കും ആരാണ് ഈ മല്ലു ഫാമിലി എന്ന് പറഞ്ഞിട്ട് ആ ആളെ സെർച്ച് ചെയ്ത് വന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ആ വീഡിയോ, എൻ്റെ വീഡിയോൻ്റെ കമൻസ് നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ വീഡിയോ പ്ലേ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തൊരു കമൻറ്റ് കാണും. ആ പോസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് പൈസ കിട്ടും. ഓക്കെ, ഗൈസ്.